രാവിലെ ചെറിയ ഒരു വനയാത്രയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം എല്ലാം കൂർഗ് ജില്ലയിൽ ഉള്ള തടിയൻ്റെ മോൾ എന്ന് പറഞ്ഞ മലപ്രദേശത്ത് അകപ്പെട്ടു പോയ ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി. ഈ പെൺകുട്ടി പറഞ്ഞ ഒന്നും നമുക്ക് തലയും വാലും തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പറ്റത്തില്ല. ആ ദിവസം പോട്ടെ, അത് പുള്ളിക്കാരത്തി കാട്ടിൽ അകപ്പെട്ടു പോയി, മൊബൈൽ ചാർജ് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. സെക്കൻഡ് ഡേ അത് സർവൈവ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ കാലുവേദന, അന്നും അത് അവിടെ തന്നെ കഴിച്ചു കൂട്ടി. മൂന്നാം ദിവസം ശക്തമായ മഴ, അന്നും അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അന്ന് അവിടെ എവിടെയോ നിന്നു. നാലാം ദിവസം ഏതോ വലിയ മലപ്രദേശം കുന്നിൻ്റെ മുകളിൽ അങ്ങാണ്ട് കയറി ഡ്രോൺ വരുമോ എന്നുള്ള പ്രതീക്ഷ അതവിടെ നിന്നു. ഈ 5 ദിവസത്തോളം കാട്ടിൽ അകപ്പെട്ട് പോയാൽ കാടിൻ്റെ വന്യതയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. ഇപ്പം ഞങ്ങളൊക്കെ കൊല്ലങ്ങളായിട്ട് കാടുകളിൽ കയറുകയും ട്രെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാം, സന്ധ്യ ആയി കഴിയുമ്പം കാടിൻ്റെ സ്വഭാവം മാറും, അത് വന്യതയിലേക്കൊക്കെ മാറുകയാണ്. അതല്ലേമില്ല, ഇത് വെസ്റ്റേൺ ഗാട്സിൻ്റെ ഭാഗമാണ്. ഇവിടെ ധാരാളം വന്യജാല മൃഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുള്ളത്, ഞാനവിടെ ആനയെ കണ്ടു, ആനപ്പിണ്ടം കണ്ടു, പല മൃഗങ്ങളെ ഒച്ച കേട്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കുട്ടി തന്നെ ഈ കാട്ടിൽ അകപ്പെട്ടു പോയാൽ അതിൻ്റെ മാനസികാവസ്ഥയൊന്നും നമ്മൾ ഓർക്കണം. അതല്ല 500 ml വെള്ളമേ ഉള്ളൂ. 500 ml വെള്ളം ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. വെള്ളം അവിടെ കാട്ടരുവികളോ വെള്ളമാണെങ്കിൽ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ആഹാരത്തിൻ്റെ കാര്യത്തിൽ സാധാരണ സ്ത്രീകൾക്ക് അവരുടെ ബെല്ലി ഫാറ്റ്, വയറിൻ്റെ റിബ്സിന് അടിയിലുള്ള ഭാഗത്ത് അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പ്രോട്ടീൻ സേവ് ചെയ്യാനായിട്ടുള്ള അറകളുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ച് ദിവസം ആഹാരമില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെങ്കിൽ ഈ ആദ്യത്തെ ദിവസം ട്രെക്ക് ചെയ്ത് പോയപ്പം കൂടെ വന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ കുട്ടിയെ തിരഞ്ഞു പോയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അപ്പം ലീഗലാണോ ഇല്ലീഗലാണോ? 2, ഇത് ട്രെക്ക് പാത്ത്, ഏത് വനത്തിൽ പോയാലും അവിടെ ട്രെക്ക് പാത്തുണ്ട്. ആ ട്രെക്ക് പാത്തിൽ കൂടെ ഉള്ളൂ നമുക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഈ ട്രെക്ക് പാത്തിൽ നിന്ന് മാറി അത് വേറൊരു വഴിയിൽ പോയ എന്തിനാണ്? അപ്പോൾ ഇതിനകത്തെല്ലാം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണല്ലോ ഈ കാട്ടിൽ പോയത്. അത് നല്ലതുമല്ല. ഈ കുട്ടി അവിടുന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വളരെ പ്ലസൻ്റായിരുന്നു ഈ കുട്ടിയുടെ മുഖം. സാധാരണ ഞങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ ട്രെക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് മുഖത്ത് അറിയാം അതിൻ്റെ ക്ഷീണം. ഇപ്പോൾ ഈ 5 ദിവസത്തോളം വെള്ളവുമില്ല ആഹാരവുമില്ലാതെ കഴിയുന്ന ഒരു സ്ത്രീ, അവൾ എങ്ങനെ സർവൈവ് ചെയ്തു, എങ്ങനെ അവളെ പിടിച്ചു നിന്നു, അതാണ് മനസ്സിലാവാത്തത്. ഏതായത് അന്വേഷണമൊക്കെ നടക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു. നമുക്കറിയില്ല. ഏത് കാട്ടിൽ കയറുവാണെങ്കിലും ആര് കയറുവാണെങ്കിലും അത് ലീഗലായിട്ട് തന്നെ വേണം. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ അറിവോടുകൂടിയാണ് കാട്ടിൽ പ്രവേശിച്ചെങ്കിൽ അവർക്ക് നമ്മളൊപ്പം നിൽക്കും, നമ്മളെ അവർ സേവ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ നമ്മളെ അവിടുന്ന് രക്ഷിക്കാനായിട്ടുള്ള ബാധ്യത അവർക്കുണ്ട്, അവരത് ചെയ്യും. അതിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമ്മൾ കേൾക്കണം. ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വാലും തലയും കൂട്ടി മുട്ടുന്നുമില്ല. ഈ കുട്ടി എന്താണെങ്കിലും പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി. ഇത് സ്വന്തം റീച്ച് കിട്ടാനായിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ആട്ടെ, അന്വേഷണം നടക്കട്ടെ. എൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഞാൻ കാടിൽ കയറി നടന്നുള്ള അനുഭവം കുറേ കൊല്ലങ്ങളായി, അത് 20 കൊല്ലത്തിന് മുകളിലായി കാടിൽ കയറാൻ നടന്നിട്ട്. നമുക്കറിയാം കാടിൻ്റെ വന്യത. ഒറ്റയ്ക്കൊരു പ്രത്യേകിച്ചൊരു പെൺകുട്ടി കാട്ടിൽ അകപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. ഏതായാലും ഇപ്പോൾ ആ കുട്ടി പറയുന്നത് വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ യാത്ര മുടക്കുന്നില്ല, ഞാൻ പോവുകയാണ്. 1-2 ദിവസം കഴിയുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ഞാൻ എൻ്റെ പ്രോജക്റ്റും എൻ്റെ റിസർച്ചും ഒക്കെ ആയിട്ട് കാട് കയറാൻ പോവുകയാണ്. തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം.